വിമാനാപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉടൻ DNA സാമ്പിളുകൾ നൽകണമെന്ന് ഗുജറാത്ത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 200 സാമ്പിളുകൾ ഇതുവരെ ലഭിച്ചു. അതേസമയം വിമാന ദുരന്തം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കും. AAIB ഡയറക്ടർ ജനറലും ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറും ഉൾപ്പെട്ട സംഘം അപകടസ്ഥലം സന്ദർശിച്ചു. US-ന്റെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്വേഷണ സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കും. ഇന്ത്യയുടെ അന്വേഷണ സംഘത്തെ സഹായിക്കാനാണിത്. അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കേന്ദ്ര സർക്കാരിന് കൈമാറും. അപകട കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. NDRFന്റെ സ്പെഷ്യൽ സ്ക്വാഡ് സംഭവസ്ഥലത്ത് തെരച്ചിൽ തുടങ്ങി. അപകടത്തിന് കാരണം 2 എഞ്ചിനുകളിലും പക്ഷിയിടിച്ചതാകാമെന്ന് സംശയിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 രാജ്യത്തെ നടുക്കിയ അപകടം നടന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടുപിന്നാലെയായിരുന്നു ദുരന്തം. സമീപത്തുള്ള BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീണു. ഹോസ്റ്റലിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 24 പ്രദേശവാസികളും ഉൾപ്പെടുന്നു. 2 പൈലറ്റുമാരും 10 ക്യാബിൻ ക്രൂവും യാത്രക്കാരും ഉൾപ്പെടെ 242 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.